മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ആദ്യ ചടങ്ങുകളിലൊന്നായ നെയ്യാട്ടത്തിനുള്ള നെയ്യമൃത് വ്രതക്കാർ കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു. ഓംകാര മന്ത്രത്തിന്റെ അകമ്പടിയോടെ കാൽനടയായാണ് നെയ്യമൃത് വ്രതക്കാർ കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടത്. മട്ടന്നൂർ മേഖലയിലെ കല്ലൂർ, മേറ്റടി, കിളിയങ്ങാട്, കുന്നോത്ത്, വെളിയാമ്പറമ്പ്, കൊടോളിപ്രം മഠങ്ങളിൽ നിന്നാണ് ബുധനാഴ്ച രാവിലെ നെയ്യമൃത് കുംഭങ്ങളുമായി കാൽനടയായി പുറപ്പെട്ടത്. ഉച്ചയോടെ മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലെത്തി അവിടെ നെയ്ക്കണ്ടുകൾ തൂക്കി വിശ്രമ സ്ഥലങ്ങളിലേക്ക് മാറും. എല്ലാ പ്രദേശത്തെയും വ്രതക്കാർ ഇന്ന് മണത്തണയിൽ എത്തിച്ചേരും. വ്യാഴാഴ്ച രാവിലെ മണത്തണയിൽ നിന്നും കൊട്ടിയൂരിലേക്ക് പുറപ്പെടും. രാത്രിയാണ് നെയ്യാട്ടം. മേടമാസത്തിലെ വിശാഖം നാളിൽ കൊട്ടിയൂരിൽ നടക്കുന്ന പ്രക്കൂഴം ചടങ്ങ് മുതലാണ് നെയ്യമൃത് വ്രതക്കാർ വ്രതം ആരംഭിച്ചത്. ആദ്യഘട്ടമായി 10 ദിവസത്തോളം മത്സ്യമാംസാദികൾ ഒഴിവാക്കി ശുദ്ധിയും ഭക്തിയും പാലിച്ച് കടന്നുപോകുന്ന ഭക്തർ പിന്നീട് 10 ദിവസത്തോളം വ്രതക്കാരുടെ വീടുകളിൽ മാറി മാറി സംഘം ചേർന്ന് വേറെ വയ്പ് നടത്തിയ ശേഷമാണ് കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്നത്. ശങ്കരനെല്ലൂർ ചന്ദ്രോത്ത് വലിയ വീട്ടിൽ മഠത്തിൽ നിന്നും കൈതേരി നാരായണൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ 21 പേർ അടങ്ങിയ സംഘമാണ് കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചത്. പാതിരിയാട് തൃച്ചംബരം മഠത്തിൽ നിന്നും രാധാകൃഷ്ണൻ കാരണവരുടെ നേതൃത്വത്തിൽ 21 പേർ അടങ്ങിയ സംഘവും പിണറായി വൈരിഘാതക ക്ഷേത്രത്തിൽ നിന്ന് പത്മനാഭൻ നമ്പ്യാരുടെ നേതൃത്വത്തിലുള്ള 8 പേരടങ്ങിയ സംഘവും കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചു. ഓംകാര മന്ത്രത്തിന്റെ അകമ്പടിയോടെയാണ് നെയ്യമൃത് സംഘങ്ങൾ കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചത്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിൽ നെയ്യാട്ടത്തോടെയാണ് അക്കരെ കൊട്ടിയൂരിൽ ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ, കൂത്തുപറമ്പ്. കരുതലിന്റെ സ്നേഹസ്പർശം. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.